ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മിനിറ്റ്സ് വിവാദത്തിൽ പരാതിക്കാരന് മൊഴിയെടുത്ത് കന്റോൺമെന്റ് പോലീസ്. മിനിറ്റ്സിൽ സർവകലാശാല വിസിയും മിനി കാപ്പനും ചേർന്ന് തിരിമറി നടത്തിയെന്നാണ് പരാതി. വിസിയുടെയും മുൻ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെയും മൊഴി ഉടൻ പോലീസ് രേഖപ്പെടുത്തും. പരാതിക്കാരന്റെ മൊഴി ഇതിനകം കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കേരള സർവകലാശാലയിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും തുടരുക തന്നെയാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മിനിറ്റ്സ് വിവാദം ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരന്റെ മൊഴി ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് എടുക്കുകയാണ്. മിനിറ്റ്സിൽ സർവകലാശാല വിസിയും മിനി കാപ്പനും ചേർന്ന് തിരിമറി നടത്തിയെന്നുള്ളതാണ് പരാതി. ഗോപാൽ ശിലാസനൽ കേൾക്കാമെങ്കിൽ. കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ വീണ്ടും അടുത്ത വിവാദം വരികയാണ്. മിനിറ്റ്സിൽ എന്ത് തിരിമറി എന്നുള്ളതാണ് പരാതി. ഇപ്പോൾ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുകയാണോ? ആരാണ് പരാതിക്കാരൻ? സ്മൃതി, കേരള സർവകലാശാലയിലെ ഇടതു സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ ലെനിൻ രാജാണ് ഈ പരാതി നൽകിയത്. പരാതിയിൽ പറഞ്ഞിരുന്നത് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലും അന്ന് രജിസ്ട്രാർ ഇൻചാർജ് ആയിരുന്ന മിനി കാപ്പനും ചേർന്ന് തിരുത്തി എന്നതായിരുന്നു. ആ പരാതി കൊടുത്ത് ഏതാനും നാളുകൾക്ക് ശേഷം ഇന്നലെയാണ് ഈ ഡോക്ടർ ലെനിൻ രാജിനെ കന്റോൺമെന്റ് പോലീസ് മൊഴിയെടുക്കുവാൻ വേണ്ടി വിളിപ്പിച്ചത്. മൊഴിയിൽ അദ്ദേഹം പറഞ്ഞത് സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ച് രജിസ്ട്രാറുടെയും വിസിയുടെയും സാന്നിധ്യത്തിൽ ഒരു മിനിറ്റ്സ് തയ്യാറാക്കി. ആ മിനിറ്റ്സിൽ പറഞ്ഞിരുന്നത് രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ യോഗത്തിൽ ചർച്ച ചെയ്തില്ല എന്നും അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ തന്നെ മാറ്റിവെച്ചു എന്നതുമായിരുന്നു. എന്നാൽ പിന്നീട് വിസി ഒപ്പിട്ട് വന്ന മിനിറ്റ്സിൽ ഉണ്ടായിരുന്നത് ഇത് അനിൽകുമാറിന്റെ സസ്പെൻഷൻ മൂലമാണ് മിനി കാപ്പന് ചുമതല നൽകിയത് എന്നതായിരുന്നു. അത് വലിയ കുറ്റമാണ് എന്നും ഗൂഢാലോചനയും വഞ്ചനയും അതിനോടൊപ്പം തന്നെ വ്യാജരേഖ ചമയ്ക്കലും അടക്കം ആരോപിക്കപ്പെടാൻ പറ്റുന്ന കുറ്റവുമാണെന്നായിരുന്നു ഇന്നലെ ഡോക്ടർ ലെനിൻ രാജ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴിയിൽ പറയുന്നത്. SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലെനിൻ രാജിന്റെ മൊഴി ശേഖരിച്ചത്. അതിനുശേഷം ഉടൻ തന്നെ വൈസ് ചാൻസലർ മോഹനൻ കുന്നിമ്മലിന്റെയും അതിനോടൊപ്പം തന്നെ രജിസ്ട്രാർ ഇൻചാർജായ മിനി കാപ്പന്റെയും മൊഴി ശേഖരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ പോലീസ് ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നത് എന്തെങ്കിലും തരത്തിലേക്കുള്ള തിരിമറി നടന്നു, തട്ടിപ്പ് നടന്നു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം തുടർ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു. അല്ലാത്ത പക്ഷം ഈ പരാതി പരിഗണിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്ന തരത്തിലേക്ക് പോലീസ് നിലപാടെടുത്തിരുന്നു. പക്ഷെ അതിൽ നിന്നിപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. പകരം ഇനി വൈസ് ചാൻസലറുടെയും മിനി കാപ്പന്റെയും മൊഴി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. ശരി, ഗോപാൽ ശീലസനിലാണ് വിവരങ്ങൾ നൽകിയത്.